നമസ്കാരം. PSC ചേസ് യുവർ ഡ്രീംസിലേക്ക് ഏവർക്കും സ്വാഗതം. PSC പരീക്ഷകളിൽ ബയോളജിയിൽ നിന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഗ്ലാൻസ് അഥവാ ഗ്രന്ഥികൾ. നമ്മൾ ഇന്ന് വിശദമായി പഠിക്കാൻ പോകുന്നത് ബഹിർസ്രാവി ഗ്രന്ഥികൾ അഥവാ എക്സോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചാണ്. നാളികൾ വഴി ശരീരോപരിതലത്തിലേക്കോ ആന്തരിക അവയവങ്ങളിലേക്കോ സ്രവങ്ങളെ എത്തിക്കുന്ന ഗ്രന്ഥികളാണ് ബഹിർസ്രാവി ഗ്രന്ഥികൾ. ബഹിർസ്രാവി ഗ്രന്ഥികൾക്ക് ഉദാഹരണങ്ങളാണ് ഉമിനീർ ഗ്രന്ഥികൾ, സ്വേദഗ്രന്ഥികൾ, കരൾ, കണ്ണുനീർ ഗ്രന്ഥികൾ. ബഹിർസ്രാവി ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങൾക്ക് ഉദാഹരണം എൻസൈമുകൾ, വിയർപ്പ്, ഉമിനീർ, കണ്ണുനീർ. വായിൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ബഹിർസ്രാവി ഗ്രന്ഥിയാണ് ഉമിനീർ ഗ്രന്ഥികൾ. ചെവിക്ക് മുന്നിലും താഴെയുമായി സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥിയാണ് പരോട്ടിഡ് ഗ്ലാൻഡ്. താടിയെല്ലിന് താഴെയായി കാണപ്പെടുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് സബ് മാൻഡിബുലാർ ഗ്രന്ഥികൾ. നാവിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഉമിനീർ ഗ്രന്ഥിയാണ് സബ് ലിംഗ്വൽ ഗ്രന്ഥികൾ. ശരീരത്തിലെ താപനിലയെ നിയന്ത്രിക്കുവാനും മാലിന്യങ്ങൾ നീക്കം ചെയ്യാനും സഹായിക്കുന്ന ചർമ്മത്തിലെ ഗ്രന്ഥിയാണ് സ്വേദഗ്രന്ഥികൾ അഥവാ സ്വെറ്റ് ഗ്ലാൻസ്. കണ്ണുകൾക്ക് ആവശ്യമായ ഈർപ്പം നൽകുവാനും അവയെ സംരക്ഷിക്കുവാനും വൃത്തിയാക്കുവാനും കണ്ണുനീർ ഉത്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളാണ് ലാക്രിമൽ ഗ്രന്ഥികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. വിഷാംശം പുറന്തള്ളുക, ദഹനത്തിനാവശ്യമായ പിത്തരസം ഉത്പാദിപ്പിക്കുക, പോഷകങ്ങൾ സംഭരിക്കുക, രക്തം ശുദ്ധീകരിക്കുക എന്നിവ ചെയ്യുന്ന ഗ്രന്ഥിയാണ് കരൾ. രാസാഗ്നികളെ നാളികൾ വഴിയും ഹോർമോണുകളെ നേരിട്ടും രക്തത്തിലേക്ക് പുറന്തള്ളുന്ന ഗ്രന്ഥികളാണ് സമ്മിശ്ര ഗ്രന്ഥികൾ. സമ്മിശ്ര ഗ്രന്ഥികൾക്ക് ഉദാഹരണമാണ് പാൻക്രിയാസ്. മധുരഗ്രന്ഥി എന്നും അറിയപ്പെടുന്നു. ആമാശയത്തിന് തൊട്ടു താഴെയാണ് പാൻക്രിയാസ് കാണപ്പെടുന്നത്. പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന ദഹനരസങ്ങളാണ് ട്രിപ്സിൻ, അമൈലേസ്, ലിപ്പേസ്. പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ അന്തസ്രാവി ഗ്രന്ഥികളെ കുറിച്ച് കൂടുതൽ വിശദമായി നമുക്ക് പഠിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.